Now we are going to discuss about coherence. The first thing we have to know about the phenomena of coherence is that coherence is strongly correlated with the process of monochromatic. So if any two waves are coherent, they should be monochromatic itself. So any two coherent light sources or light waves which are said to be coherent, the two waves should be monochromatic. That means their wavelength should be similar, or the two waves should be in same wavelength. Because if the wavelength, we all know that if this is a wave, the wavelength is denoted by the distance between two adjacent crest or troughs. So if this is another wave which have wavelength this lambda and this lambda dash. If these lambda and lambda dash are similar, then only these two waves will be at same phase. അതായത് രണ്ട് വേവുകളുടെ വേവ് ലെങ്ത് തുല്യമാണെങ്കിൽ മാത്രമേ ത്രൂ ഔട്ട് ദ പ്രോസസ് ഓഫ് പ്രൊപ്പഗേഷൻ they will maintain a constant phase difference. Let us consider another example. This is a wave with this is the wavelength. Now I am considering another wave, something like that. Then for the second wave, lambda dash is the wavelength. So for the case of these two waves, the process of coherence or constant phase difference cannot be maintained ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഫസ്റ്റ് വേവിൻ്റെ ഫസ്റ്റ് ക്രസ്റ്റും സെക്കൻഡ് വേവിൻ്റെ ക്രസ്റ്റും ഫസ്റ്റ് പൊസിഷനിൽ മാച്ചിങ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഫസ്റ്റ് വേവിൻ്റെ രണ്ടാമത്തെ ക്രസ്റ്റിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വേവ് ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ക്രസ്റ്റ് പൊസിഷനിൽ നിന്നും ഈ ക്രസ്റ്റ് പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഈ വേവുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ വേവിൻ്റെ ഈ രണ്ട് ക്രസ്റ്റ് പൊസിഷൻസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2π ആണ്. ഇഫ് സൈക്കിൾ ഇസ് 2π. Here we are considering the sinusoidal waves, so the cycle time period is 2π. സോ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിന്നും ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഫസ്റ്റ് ക്രസ്റ്റിൽ നിന്നും സെക്കൻഡ് ക്രസ്റ്റിൽ എത്തുന്ന സമയത്താണ് ഇതിന് 2π ആംഗുലാർ ഫേസ് ഡിഫറൻസ് വരുന്നത്. ബട്ട് ഫോർ ദ കേസ് ഓഫ് സെക്കൻഡ് വേവ്, ഈ ഫസ്റ്റ് വേവ് ഈ ക്രസ്റ്റും സെക്കൻഡ് വേവ് ക്രസ്റ്റും തമ്മിൽ ലാംഡ ഡാഷ് ആണ് ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് എങ്കിൽ എഗെയിൻ ദിസ് ഇസ് എ സൈനസോയിഡൽ വേവ്, ഇതിൻ്റെയും ഫേസ് ഡിഫറൻസ് 2π തന്നെയാണ്. ബട്ട് ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് ക്രസ്റ്റും മാച്ചിങ് ആണ്. ബട്ട് അറ്റ് ദ സെക്കൻഡ് പൊസിഷൻ ഈ ക്രസ്റ്റും ഈ വേവിൻ്റെ ട്രഫും തമ്മിലാണ് മാച്ചിങ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാൻ ഒരു കാരണവശാലും കഴിയില്ല. ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവരി പൊസിഷൻസ് തമ്മിലുള്ള ഈ വേവ്സിൻ്റെ ഫേസ് ആംഗിൾസ് തമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. സോ അങ്ങനത്തെ വേവ് ഒരു കാരണവശാലും കൊഹറൻ്റ് അല്ല. ബട്ട് ഫോർ ദ കേസ് ഓഫ് എ മോണോക്രോമാറ്റിക് വേവ്, ഈ രണ്ട് വേവിനും ഒരു ക്രസ്റ്റ് ടു ക്രസ്റ്റ് ആൻഡ് ട്രഫ് ടു ട്രഫ് കറസ്പോണ്ടൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ വേവുകൾ തമ്മിൽ ഇനീഷ്യലായിട്ട് കീപ്പ് ചെയ്യുന്ന ഫേസ് റിലേഷൻ തന്നെ ത്രൂ ഔട്ട് ദ പ്രൊപ്പഗേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകും. അതർവൈസ് ത്രൂ ഔട്ട് ദ പ്രൊപ്പഗേഷൻ ദേ വിൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. So these two waves are coherent. സോ രണ്ട് വേവുകൾ കൊഹറൻ്റ് ആവണമെങ്കിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഷുഡ് ബി മോണോക്രോമാറ്റിക്. ഈ രണ്ട് വേവ്സും നിർബന്ധമായിട്ടും മോണോക്രോമാറ്റിക് ആയിരിക്കണം. സോ
നമ്മൾ കൊഹറൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് വേവ്സുകൾ കൊഹറൻ്റ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദേ ഷുഡ് ബി മോണോക്രോമാറ്റിക്. They should be monochromatic, and the second condition is the waves should start with same phase at same position. സെയിം പൊസിഷനിൽ ഈ രണ്ട് വേവ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ഫേസിലായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ രണ്ട് വേവ്സുകൾ തമ്മിൽ കൊഹറൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. മോണോക്രോമാറ്റിക് ഈസ് നത്തിങ് ബട്ട് ദ വേവ് ലെങ്ത് സിമിലർ വേവ് ലെങ്ത്, അതിനെയാണ് മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ വേവ്സ് കൊഹറൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. Then now we can discuss another fact, that how these light waves are forming in a source. Generally ഒരു ലൈറ്റ് വേവ് ഫോം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് എനർജി ആണ് നടക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് എനർജി നമുക്കറിയാം. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് അനുസരിച്ച്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അനുസരിച്ച്, each electromagnetic consisting of some packets of energy, and this energy packet is called quantum, and each quantum consisting of an energy value is equal to h nu, where h is the Planck's constant and nu is the frequency of radiation. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈമിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എച്ച് ന്യൂ വാല്യൂ ഉള്ള പാക്കറ്റ്സ് ഓഫ് എനർജി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റ്സ് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റേഡിയേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി ഹാവിങ് വാല്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ലിബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് എനർജി ഡിഫറൻസ് ഉള്ള രണ്ട് സ്റ്റേറ്റുകൾക്കിടയിൽ, എച്ച് ന്യൂ എനർജി ഡിഫറൻസ് ഉള്ള രണ്ട് സ്റ്റേറ്റുകൾക്കിടയിൽ ഒരു ട്രാൻസിഷൻ നടന്നാൽ മാത്രമേ ഈ എച്ച് ന്യൂ എനർജി ഫോം ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് നമുക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഈ എച്ച് ന്യൂ എനർജി ലിബറേറ്റ് ചെയ്യണമെങ്കിൽ എവിടെ നിന്നോ ഒരു എച്ച് ന്യൂ എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എനർജി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ നടക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു എനർജി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഹയർ എനർജി ലെവലിൽ നിന്ന് E1 എന്ന ഹയർ എനർജി ലെവലിൽ നിന്ന് E0 എന്ന ലോവർ എനർജി ലെവലിലേക്ക് ഒരു പാർട്ടിക്കിൾസിൻ്റെ ട്രാൻസിഷൻ നടക്കണം, പ്രൊവൈഡഡ് ദീസ് E0യും E1ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് എച്ച് ന്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് E0 ആൻഡ് E1 ആർ എനർജി സ്റ്റേറ്റ്സ്. അപ്പോൾ പാർട്ടിക്കിൾസിന് പോസിബിളായ എനർജി സ്റ്റേറ്റ്സ് ആണ് E0യും E1ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ E0 എന്ന എനർജി സ്റ്റേറ്റ്സിൻ്റെയും E1 എന്ന എനർജി സ്റ്റേറ്റ്സിൻ്റെയും ഇടയിൽ അപ്പർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ഒരു പാർട്ടിക്കിൾ ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഈ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എച്ച് ന്യൂ ആണ് എങ്കിൽ ഇവിടെ ഒരു എച്ച് ന്യൂ എനർജിയുള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈച്ച് ആൻഡ് എവറി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ക്വാണ്ടംസ് ഓഫ് എനർജീസ് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് the process of this liberation or the process of this transition or emission of electromagnetic radiation is correlated with the transition of the particle from higher energy states to the lower energy state. This energy transfer or energy liberation takes place due to the process of emission, and this process of emission will be the duration of the process of emission will be 10⁻⁻8 seconds. അപ്പോൾ and also the process of emission is quite random in manner.
അപ്പോൾ ഈ എമിഷൻ എന്ന പ്രോസസ്സ് റാൻഡമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീസ്റ്റ് ടു ഓൺലി 10⁻⁻8 seconds. Otherwise 10⁻8 emission processes takes place within 1 second time. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ 10⁻8 എമിഷൻസ് നടക്കും. ആൻഡ് ദിസ് ഹോൾ പ്രോസസ് ഓഫ് എമിഷൻസ് ആർ ഇൻ റാൻഡം മാനർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വേവ് ട്രെയിനിലുള്ള അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് വേവ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ 10⁻⁻8 സെക്കൻഡ് ലെങ്ത് ഉള്ള ഒരുപാട് പൾസസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വേവ് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ വേവ് ട്രെയിനിൽ ഒരുപാട് പൾസസ് ഉണ്ടാവും. ഈച്ച് pulses having duration 10⁻⁻8 seconds, and these pulses having different values of amplitude, different amplitude. For example, നമ്മളിപ്പോൾ ഒരു വേവ് എടുക്കുകയാണ്. ആ വേവ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പൾസ്, ആ പൾസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം, പിന്നെ അഗൈൻ അടുത്ത പൾസ്, പിന്നെ കുറച്ച് സമയം, എഗെയിൻ അടുത്ത പൾസ്. ഇങ്ങനെയായിരിക്കും ഈ വേവ് ട്രെയിൻ പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഈ ഓരോ വേവ് ട്രെയിൻ്റെയും പൾസസുകൾ 10⁻⁻8 seconds ആയിരിക്കും. ഓർ ഒരു കംപ്ലീറ്റ് 1 second ടൈം എടുത്തു കഴിഞ്ഞാൽ അതിൽ 10⁻8 പൾസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൾസേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈനസോയിഡൽ വേരിയേഷൻ അല്ല ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കാണിക്കുന്നത്. So the main thing we have to understand is that the process of transition of the atom from an upper state to the lower state lasts for a brief time of about 10⁻⁻8 seconds. Therefore the light emitted by any atom is not continuous. Light emitted by any atom is not a continuous one, not continuous, and it is not continuous harmonic wave of infinite extension. Continuous harmonic wave with infinite extension but it consists of wave trains of finite length. Wave trains of finite length. The main feature of this wave train it having finite length finite ആണ്. അതായത് നമ്മളൊരു വേവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർമോണിക് വേവ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആറ്റോമിക് എക്സൈറ്റേഷൻ ഓർ ഡി എക്സൈറ്റേഷൻ മൂലം ഫോം ചെയ്യുന്ന ഈ വേവ് ട്രെയിൻസിന് ആക്ച്വലി ഫൈനൈറ്റ് ലെങ്ത് ആണ്. ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ആൻഡ് ഓൾസോ ദിസ് വേവ് ട്രെയിൻസ് ഹാവിങ് ഫൈനൈറ്റ് ലെങ്ത്. Now so a continuous wave train will consist of large number of such kind of wave trains with finite length, and it is impossible to say exactly when an atom emit light because the process of emission is completely a random process. And also മറ്റൊരു കാര്യം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു വേവ് ട്രെയിൻ കൺസിഡർ ചെയ്യാം. ഇതൊരു വേവ് ട്രെയിൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് ഒരു എ എന്ന ഒരു ആറ്റത്തിൻ്റെ ഡി എക്സൈറ്റേഷൻ പ്രോസസ്സ് മൂലം ഉണ്ടാകുന്ന ഒരു വേവ് ട്രെയിൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഹിയർ ദ വേരിയിങ് ഫാക്ടർ ഈസ് ടൈം ഈസ് വേരിയിങ് വിത്ത് ദാറ്റ്. അപ്പോൾ ബി എന്ന മറ്റൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിനും വേറെ ഒരു തരത്തിലുള്ള ഒരു വേവ് ട്രെയിൻ ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ കലക്റ്റീവായിട്ട് ലാർജ് നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ട്രെയിൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് ബിഹേവിയറാണ് നമുക്ക് കിട്ടുക.
So the wavetrains generated by all atoms in the light source produce a succession of wavetrains. That is, അതിൽ ഒരു സിംഗിൾ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആറ്റംസിൽ ഓരോ ആറ്റവും ദിസ് കൈൻഡ് ഓഫ് വേവ് ട്രെയിൻസ് ഫോം ചെയ്യും. അപ്പം നമ്മളൊരു സോഴ്സിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് വേവ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് we will get the wave trains generated by all atoms in the light source produces that will produce a succession of wave trains, a succession of wave trains. And the main feature of this succession of wave trains is that they have their phase distributed randomly. അപ്പോൾ ഇവിടെ that means that നമ്മൾ ഒരു വേവ് ട്രെയിനിൽ നിന്ന് ഒരു പൾസിൽ നിന്ന് തൊട്ടടുത്ത പൾസിലേക്ക് പോകുന്ന സമയത്ത് there will be an abrupt change in phase. And also ഓരോ സോഴ്സിലെ ഡിഫറെൻ്റ് ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ട്രെയിൻസുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും there will be also a random phase change. That means നമുക്കറിയാം ഈ എമിഷൻ പ്രോസസ്സ് മൂലമാണ് ഇവിടെ വേവ് ട്രെയിൻസ് ഫോം ചെയ്യുന്നത്. ഈ എമിഷൻ പ്രോസസ്സ് തന്നെ റാൻഡമാണ്. സോ ഇവിടെ ഒരു പൾസിൽ നിന്ന് തൊട്ടടുത്ത പൾസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു അബ്രപ്റ്റ് ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ആറ്റത്തിൻ്റെ പൾസും മറ്റൊരു ആറ്റത്തിൻ്റെ പൾസും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഫേസ് ചേഞ്ചും റാൻഡം ആയിരിക്കും. ആൻഡ് ഓൾസോ ഒരു സിംഗിൾ ആറ്റത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ട്രെയിൻസ് 10⁻⁸ സെക്കൻഡ്സ് മാത്രമേ ഒരു പർട്ടിക്കുലർ ഫേസ് കാണിക്കുള്ളൂ. ഒരു പർട്ടിക്കുലർ ഫേസ് ആംഗിൾ കാണിക്കുന്നത് 10⁻⁸ സെക്കൻഡ്സ് മാത്രമായിരിക്കും. The phase of wave train from an atom would remain constant with respect to the phase of wave train in another atom only for about 10⁻⁸ സെക്കൻഡ്. രണ്ട് ആറ്റംസ് തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ട്രെയിൻസുകൾ തമ്മിലുള്ള ഫേസ് ഒരു കോൺസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നിൽക്കുന്നത് വെറും 10⁻⁸ സെക്കൻഡ്സ് ആയിരിക്കും. That implies that the two wave trains can be coherent for a maximum time of 10⁻⁸ seconds. ഈ രണ്ട് വേവ്സും ഈ രണ്ട് വേവ് ട്രെയിൻസും കൊഹറൻ്റ് ആയി നിൽക്കുന്നത് വെറും 10⁻⁸ സെക്കൻഡ്സ് മാത്രമായിരിക്കും. Therefore, light from conventional sources are characterized by two important parameters. One is coherent time and other is coherent length. What is coherent time? So, coherent time is the average time during which the wave trains remains sinusoidal and phase of the wave packet can be predicted reliably. This is the average time for which the wave trains remain sinusoidal and phase of the wave packet can be predicted reliably. അതായത് ഒരു സിംഗിൾ വേവ് പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വേവ് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ വേവ് ട്രെയിനിൻ്റെ ഈച്ച് ആൻഡ് എവറി പൾസസ് സൈനസോയിഡലായിട്ട് റിമെയിൻ ചെയ്യുന്ന ആവറേജ് ടൈം എത്രയാണോ ആ ടൈമിനെയാണ് കൊഹറൻറ്റ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് അത് സൈനസോയിഡലായി റിമെയിൻ ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ ആ പർട്ടിക്കുലർ വേവ് ട്രെയിനിൻ്റെ ഫേസ് നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കൊഹറൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആവറേജ് ടൈം ഡ്യൂറിങ് വിച്ച് എ വേവ് ട്രെയിൻസ് റിമൈൻസ് സൈനസോയിഡൽ ആൻഡ് ഓൾസോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം ദ ഫേസ് ഓഫ് ദി വേവ് പാക്കറ്റ് ക്യാൻ ബി പ്രഡിക്റ്റഡ് റിലയബിളി. ഒരു പർട്ടിക്കുലർ വേവ് ട്രെയിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേവ് ട്രെയിനിൻ്റെ വേവ് പൾസ് സൈനസോയിഡലായിട്ട് എത്ര സമയം റിമൈൻ ചെയ്യുന്നുവോ ആ ടൈമിനെയാണ് നമ്മൾ കൊഹറൻറ്റ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് കൊഹറൻറ്റ് ടൈം ഈസ് ദാറ്റ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം ദ ഫേസ് ഓഫ് ദി വേവ് പാക്കറ്റ് ക്യാൻ ബി പ്രഡിക്റ്റഡ് റിലയബിളി. നൗ വി can go to the coherent length. It is the length of the wave packet over which
it may be assumed to be sinusoidal and has predictable phase. That means coherent ടൈമുള്ള സമയത്ത്, അതായത് കൊഹറൻറ്റ് ടൈമിൽ ആ വേവ് ട്രെയിന് ആ വേവ് പാക്കറ്റ് സൈനസോയിഡലായിട്ട് ബിഹേവ് ചെയ്യുന്ന ലെങ്ത്ത് എത്രയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പേസിലുള്ള ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിനെയാണ് നമ്മൾ കൊഹറൻറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊഹറൻറ്റ് ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച്, ചെറിയ കൊഹറൻറ്റ് ലെങ്ത്ത് ആണ് എങ്കിൽ ആ പർട്ടിക്കുലർ വേവ് കൊഹറൻ്റ് ആവാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പോൾ ഈ കൊഹറൻറ്റ് ലെങ്ത്തിനെ നമ്മൾ പിന്നെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ വേവ് പാക്കറ്റ്, വേവ് പാക്കറ്റിൻ്റെ ലെങ്ത്താണ് ഓവർ വിച്ച് ഇറ്റ് മേ ബി അസ്യൂംഡ് ടു ബി സൈനസോയിഡൽ ആൻഡ് ഓൾസോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ലെങ്ത് ഇറ്റ് ഹാസ് എ പ്രെഡിക്റ്റബിൾ ഫേസ്. അപ്പോൾ നമ്മൾ ഈ കൊഹറൻറ്റ് ലെങ്ത്തിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വേവിനെ നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ആ വേവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വേവ് ലെങ്ത്ത്. അപ്പോൾ വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊഹറൻറ്റ് ലെങ്ത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെഷറബിൾ ആയിട്ടുള്ള അത്യാവശ്യം എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം വേവ് കൊഹറൻ്റ് ആവുകയുള്ളൂ. ഓക്കെ, അതായത് രണ്ട് വേവ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിലുള്ളത് ഒരു സോഡിയം വേപ്പർ ലാമ്പ് ആണെന്ന് വെക്കുക. സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ലാംഡ ഈസ് 589 നാനോമീറ്റർ ആണ്. ബട്ട് ആ ഒരു വേവിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊഹറൻറ്റ് ലെങ്ത്ത് അബൌട്ട് 2 to 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 2 to 3 സെൻറ്റിമീറ്റർ എന്ന കൊഹറൻറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ ആ പർട്ടിക്കുലർ വേവ്, അതായത് സോഡിയം വേപ്പർ ലാമ്പ് സോഡിയം വേപ്പർ ലാമ്പ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് സൈനസോയിഡലായിട്ട് റിമെയിൻ ചെയ്യും. ആൻഡ് ഓൾസോ ഈ 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ അതിനൊരു പ്രെഡിക്റ്റബിൾ ഫേസും ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 to 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇറ്റ് ഈസ് എ വെരി ലോ ക്വാണ്ടിറ്റി. 2 മുതൽ 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ ചെറിയ ലെങ്ത്താണ്. ബട്ട് ഇത് കമ്പയർ ചെയ്യുന്നത് 589 നാനോമീറ്റർ എന്ന ഒരു വളരെ 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 ചെറിയ ഒരു ലെങ്ത്തുമായിട്ടാണ്. അപ്പോൾ ഈ വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 മുതൽ 3 സെൻറ്റിമീറ്റർ എന്ന ഈ ലെങ്ത്ത് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വലിയ ക്വാണ്ടിറ്റി, ഈ 2 മുതൽ 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരെ ഈ വേവ് സൈനസോയിഡലാണ് ആൻഡ് ഓൾസോ ഒരു പ്രെഡിക്റ്റബിൾ ഫേസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വലിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദിസ് വേവ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി ഇൻഫൈനൈറ്റ്ലി sinusoidal and it have a constant or predictable phase difference for a large length, and we can say that this sodium vapor lamp is infinite extension, has infinite extension. ഇത് ഇൻഫൈനൈറ്റ്ലി എക്സ്റ്റെൻഡഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് കമ്പയർ ചെയ്യുന്നത് നാനോമീറ്റർ റേഞ്ചിലുള്ള ഒരു വേവ് ലെങ്ത്തുമായിട്ടാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 to 3 സെൻറ്റിമീറ്റർ ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷൻ വേവ്. ആൻഡ് ഈ ഒരു ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഈ 2 to 3 സെൻറ്റിമീറ്റർ ആണ്. അത്രയും വലിയ ഒരു ലെങ്ത്തിൽ ഇത് സൈനസോയിഡലാണ്. അതിന് ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻറ്റ് ഫേസുമുണ്ട്. സോ അതൊരു കൊഹറൻറ്റ് സോഴ്സ് ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി മറ്റൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെമ്പറൽ കൊഹറൻസ് ആൻഡ് സ്പേഷ്യൽ കൊഹറൻസ് എന്താണെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലൊരു വേവ് ഉണ്ട്. ആ വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേരിയേഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഈ വേവിനെ സംബന്ധിച്ച് ഐ ആം ഡിനോട്ടിങ് എ പെർട്ടിക്കുലർ ടൈം T1 ആൻഡ് അനദർ പെർട്ടിക്കുലർ ടൈം T2. ഈ T1ഉം T2ഉം തമ്മിൽ ഈ വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഞാൻ ഡിനോട്ട് ചെയ്തു. T1ലെയും T2ലെയും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഞാൻ നോട്ട് ചെയ്തു. T1ലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് E1 ആൻഡ് T2ലുള്ള വെക്ടർ ഈസ് E2. നൗ
T2 മൈനസ് T1. T2 മൈനസ് T1 എന്ന സമയത്ത് ഈ വേവ് കീപ്പ് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് φ1 ആണ് എന്നും ഞാൻ ഡിനോട്ട് ചെയ്തു. നൗ ഇതേ വേവിൻ്റെ ഇതേ സെയിം വേവാണ് സം അതർ പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഞാൻ മാർക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് ഒരു സം അതർ പൊസിഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേരിയേഷൻ വെക്കുക. അപ്പോൾ ഇതിലും ഞാൻ അഗെയിൻ മറ്റൊരു ടൈം മാർക്ക് ചെയ്യുന്നു, ദാറ്റ് ഈസ് T3. അഗെയിൻ അനദർ ടൈം, ദാറ്റ് ഈസ് T4. ഈ T3യും T4ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് φ2 ആണ്. T3 എന്ന ടൈമിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E3 ആണ്. T4 എന്ന ടൈമിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E4 ആണ്. T4 മൈനസ് T3 എന്ന ടൈമിലുള്ള ഫേസ് ഡിഫറൻസ് φ2 ആണ്. ഓക്കെ, ഇത്രയും കാര്യം ഞാൻ അസ്യൂം ചെയ്യാണ്. ഇവിടെ ഈ φ1 എന്ന ആംഗിളും φ2 എന്ന ആംഗിളും തുല്യമാണ് എങ്കിൽ, ദാറ്റ് ഈസ് T2 മൈനസ് T1 എന്ന ഇൻ്റർവെല്ലിലും T4 മൈനസ് T3 എന്ന ഇൻ്റർവെല്ലിലും ടൈം ഇൻ്റർവെല്ലിലും ഈ വേവ് കീപ്പ് ചെയ്യുന്ന ഫേസ് റിലേഷൻ സെയിം ആണ് എങ്കിൽ, ആൻഡ് ഓൾസോ ഈ റിലേഷൻ ത്രൂ ഔട്ട് എനി ഇൻ്റർവെൽ ഓഫ് സെയിം എക്സ്റ്റൻഷൻ, അതായത് ഈ വേവിൻ്റെ ത്രൂ ഔട്ട് പ്രൊപ്പഗേഷനിലുള്ള ഏത് രണ്ട് ടൈം ഇൻ്റർവെല്ലിലും, അതായത് സിമിലർ ലെങ്ത് ഉള്ള സിമിലർ ഡിഫറൻസ് ഉള്ള ഏത് രണ്ട് ടൈം ഇൻ്റർവെല്ലിലും ഈ ഫേസ് ഡിഫറൻസ് സിമിലർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു φ1 = φ2 എന്ന റിലേഷൻ ഈ വേവ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, we can say that these two waves are temporarily coherent. We can say that these two waves are temporarily coherent. And if this relation is never maintained, and these two time difference, these two intervals of time, this wave is keeping a relation that is φ1 not equal to φ2, then these two waves are incoherent at any time interval. അതായത് ഏത് ടൈം ഇൻ്റർവെല്ലും ഇത് ഇൻകൊഹറൻ്റ് ആയിരിക്കും ഈ φ1 is not equal to φ2, ആൻഡ് φ1 equal to φ2 ആണ് എങ്കിൽ, ആൻഡ് ഓൾസോ ത്രൂ ഔട്ട് എനി ഇൻ്റർവെൽ ഓഫ് സെയിം ലെങ്ത് ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, we can say that these two waves are temporally coherent. And the property of this temporal coherence is that temporal coherence may be expected only for a short distance in space and for a brief time. അതായത് ഏതൊരു വേവ് ട്രെയിനിൻ്റെ കേസിലും ഈ ടെമ്പറൽ കൊഹറൻസ് ആണ് പിന്നെ സിംഗിൾ വേവ് സോഴ്സിൻ്റെ ലൈറ്റ് സോഴ്സിൻ്റെ സിംഗിൾ ബീം ലൈറ്റ് സോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ടെമ്പറൽ കൊഹറൻസ്. ഈ ടെമ്പറൽ കൊഹറൻസ് വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസിലേക്കും വളരെ ചെറിയ ഒരു ടൈമിലേക്കും മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. ദാറ്റ് ഈസ് ടെമ്പറൽ കൊഹറൻസ് മേ ബി എക്സ്പെക്റ്റഡ് ഓൺലി ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് and also it is expected to be for a brief time. അപ്പോൾ രണ്ട് വേവ്സ് ടെമ്പറൽ കൊഹറൻസ് കാണിക്കുന്ന ഷോർട്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കൊഹറൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അത് കാണിക്കുന്ന ടെമ്പറൽ കൊഹറൻസ് കാണിക്കുന്ന ടൈമാണ് നമ്മൾ കൊഹറൻ്റ് ടൈം എന്ന് പറയുന്നത്. കൊഹറൻ്റ് ടൈം. And the expression for this coherent length is it depends on two quantities. One, the wavelength of light, and second is bandwidth delta lambda. That is for example നമ്മളെ കയ്യിലുള്ളൊരു വേവ് ഇങ്ങനെയുള്ളൊരു വേവാണ് നമ്മളെ കയ്യിലുള്ളത് എങ്കിൽ, ഇങ്ങനെയുള്ള ഒരു പൾസാണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ, ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ഡെൽറ്റ ലാംഡ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ക്രസ്റ്റിൽ നിന്ന് അടുത്ത ട്രഫിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത്ത് ലാംഡ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇത് നമുക്കറിയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു
വേവാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ഈ ഒരു ലെങ്ത്താണ് നമ്മുടെ ലാംഡ വേവ് ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്താണ് നമ്മളുടെ ഡെൽറ്റ ലാംഡ എന്ന ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇതൊരു പൾസിൻ്റെ കേസാണ്, ഇതൊരു ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷൻ വേവിൻ്റെ കേസാണ്. അപ്പോൾ ഈ ഒരു വേവിൻ്റെ കേസിൽ എൽ കൊഹറൻറ്റ് ഓർ കൊഹറൻറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ലാംഡ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു C divided by delta nu, where lambda is equal to nu is equal to C by lambda and lambda is equal to C by nu. Okay. Now let us consider the example of a sodium vapor lamp. Sodium vapor lamp in case L coherent is the lambda is equal to 589 nanometer. നമുക്കറിയാം 5893 Armstrong into 10 power minus 10 whole square divided by 2 into 6 into 10 raised to minus 10 ആണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 2 to 3 centimeter. We will get it is almost equal to 2 point something 2 to 3 centimeter എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറൽ കൊഹറൻസിൻ്റെയും സ്പെഷ്യൽ കൊഹറൻസിൻ്റെയും കേസിലുള്ള ഡിഫറൻസ്. നമുക്ക് നോർമലി ഉള്ള ലൈറ്റ് സോഴ്സുകളെല്ലാം സിംഗിൾ ബീം ലൈറ്റ് സോഴ്സുകളാണ്. സിംഗിൾ ബീം ലൈറ്റ് സോഴ്സുകൾ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറൽ കൊഹറൻസ്. ടെമ്പറൽ കൊഹറൻസ് ഒരു വളരെ ചെറിയ ഡിസ്റ്റൻസിലേക്കും ഒരു ബ്രീഫ് ടൈമിലേക്കും മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിൻ്റെ ടേമാണ് നമ്മൾ പറയുന്ന കൊഹറൻറ്റ് ലെങ്ത്ത്. ടൈമിൻ്റെതാണ് കൊഹറൻറ്റ് ടൈം. ആൻഡ് ഓൾസോ ഈ കൊഹറൻറ്റ് ലെങ്ത്ത് എന്താണ് നമുക്കറിയാം. അതിൻ്റെ കേസിൽ എങ്ങനെയാണ് ഫേസ് മാച്ചിങ് വരുന്നത്, ഫേസ് ഡിഫറൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആൻഡ് ഓൾസോ ഒറ്റ കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ പൊസിഷൻ ഓഫ് ഇൻകൊഹറൻറ്റ് വേവ്സ് സൂപ്പർ പോസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക. അതായത് നമുക്കറിയാം I ഈസ് ഈക്വൽ ടു നമ്മളറിയാം I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് ഓഫ് I1 I2 കോസ് ഡെൽറ്റ എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർഫറൻസിൻ്റെ എനർജിയുടെ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ഒരു ആവറേജ് ഇൻറ്റൻസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ കൊഹറൻ്റ് അല്ലാത്ത ഒരു വേവുകൾ തമ്മിൽ സൂപ്പർ പോസ് ചെയ്താൽ സംഭവിക്കുക, there will not be any constant phase difference ഡെൽറ്റ എന്നത് ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇൻകൊഹറൻ്റ് ആയിട്ടുള്ള വേവുകളാണ് സൂപ്പർ പോസ് ചെയ്യുന്നതെങ്കിൽ there is no constant phase difference. അപ്പോൾ നമ്മൾ ആവറേജ് എനർജി എടുക്കുന്ന സമയത്ത് which is equal to average of I1 plus average of I2 plus average of 2 root of I1 I2 cos delta. If I1 is equal to I2 is equal to I0 ആണ് എങ്കിൽ പോലും I average will be equal to 2I0 plus 2 into I0 into average value of cos delta എന്നാണ് വരിക. ഇവിടെ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് കോസ് ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ദ I ആവറേജ് വിൽ ബി ഈക്വൽ ടു 2I0 ആയിരിക്കും. ഇവിടെ ഒരു മാക്സിമം ഇൻറ്റൻസിറ്റിയും മിനിമം ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. ബട്ട് 2I0 എന്ന ഒരു ആവറേജ് വാല്യൂ ആണ് നമുക്ക് ഇൻറ്റൻസിറ്റി ആയിട്ട് കിട്ടുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ബിറ്റ്വീൻ എ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ, ബട്ട് ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് മിനിമം വാല്യൂ ത്രൂ ഔട്ട് ദ process or throughout the screen. That means it is nothing but constant illumination. അതായത് സ്ക്രീൻ മൊത്തം ഒരു കോൺസ്റ്റൻറ്റ് 2I0 എന്ന ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ഇല്യൂമിനേഷനാണ് നമുക്ക് കിട്ടുക. അല്ലാതെ ഒരു കോൺസ്റ്റൻറ്റ് ഒരു മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ല നമുക്ക് കിട്ടുക. അതാണ് കൊഹറൻ്റ് അല്ലാത്ത വേവ്സുകൾ, ഇൻകൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സുകൾ സൂപ്പർ പോസ് ചെയ്താലുള്ള പ്രത്യേകത. ഓക്കെ.